ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ഹെമിസ്ഫിയർ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ എ കോമ്പിനേഷൻ ഓഫ് ഹെമിസ്ഫിയർ ആൻഡ് എ സ്ക്വയർ പിരമിഡ് പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു പ്രീവിയസ് ഇയർ KTU ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. എ ഹെമിസ്ഫിയർ ഓഫ് ഡയമീറ്റർ 80 mm is resting on the ground with its flat surface facing upwards. A square pyramid having side of base 40 mm and axis 60 mm is resting on its base centrally on top of the hemisphere. Draw the isometric projection of the combination of the solid. പ്രോബ്ലം ഇതാണ്. എ ഹെമിസ്ഫിയർ ഗ്രൗണ്ടിൽ ഫ്ലാറ്റ് സർഫസ് അപ്വാർഡ് ആയിട്ട് റെസ്റ്റ് ചെയ്യുന്നു, അതായത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നു. ഇതല്ല, ഇത് ഫ്ലാറ്റ് സർഫസ് ഡൗൺ ആയിട്ടാണ്, ഇത് ഫ്ലാറ്റ് സർഫസ് അപ്പ് ആയിട്ടാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേസിൽ. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എ സ്ക്വയർ പിരമിഡ് ഈ ഫ്ലാറ്റ് സർഫസിൽ സെൻട്രലി ഓൺ ടോപ്പായിട്ട് റെസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ പിരമിഡിൻ്റെ ആക്സസും ഈ സ്പിയറിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ റെസ്റ്റ് ചെയ്യുന്നു. ഈ കോമ്പിനേഷൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷനാണ് ഈ പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഈ പ്രോബ്ലം ചെയ്യാനുള്ള സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് ദിസ് കോമ്പിനേഷൻ വരയ്ക്കുക. ഇവിടെ ടോപ്പ് വ്യൂവിൽ സർക്കിൾ, സ്ക്വയർ കിട്ടും. ഫ്രണ്ട് വ്യൂവിൽ സെമി സർക്കിൾ ആൻഡ് ട്രയാങ്കിൾ കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ഹെമിസ്ഫിയർ വരയ്ക്കുക. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് സ്ക്വയർ പിരമിഡ് വരയ്ക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് ദിസ് കോമ്പിനേഷൻ വരയ്ക്കുക. ടോപ്പ് വ്യൂവിൽ സർക്കിൾ ആൻഡ് സ്ക്വയർ കിട്ടും കോൺസെൻട്രിക് ആയിട്ട്. ഇവിടെ ആദ്യം സർക്കിൾ വരയ്ക്കുന്നതിനേക്കാൾ നല്ലത് സ്ക്വയർ വരയ്ക്കുന്നതാണ്. കാരണം സ്ക്വയർ വരച്ചു കഴിഞ്ഞ് അതിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ആ സെൻറ്ററിന് അബൌട്ട് സർക്കിൾ വരയ്ക്കുന്നതായിരിക്കും എളുപ്പം. സർക്കിൾ വരച്ചു കഴിഞ്ഞു സർക്കിളിൻ്റെ സെൻറ്ററിന് അബൌട്ട് സ്ക്വയർ വരയ്ക്കുന്നത് ബുദ്ധിമുട്ടാണ്. 40 mm സൈഡിൽ സ്ക്വയർ വരയ്ക്കുക. ഫേസ് എഡ്ജസ് വരയ്ക്കുക. ടോപ്പ് വ്യൂ ഓഫ് ഹെമിസ്ഫിയർ സർക്കിൾ വരയ്ക്കുക. 80 mm ഡയമീറ്റർ. ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. ഫ്രണ്ട് വ്യൂ ഹെമിസ്ഫിയറിൻ്റെത് സെമി സർക്കിൾ കിട്ടും. സ്ക്വയർ പിരമിഡിൻ്റെ ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ കിട്ടും. സ്ക്വയർ പിരമിഡിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടി പ്രൊജക്റ്റ് ചെയ്യുക. ഹൈറ്റ് ഓഫ് ദ പിരമിഡ് ഈസ് ഈക്വൽ ടു 60 mm.
Orthographic projection is completed. Next, isometric projection വരയ്ക്കണം. അതിൽ ഫസ്റ്റ് isometric projection of hemisphere ആണ് വരയ്ക്കേണ്ടത്. Isometric projection of a sphere is a circle of radius equal to radius of sphere എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ ഹെമിസ്ഫിയർ സെമി സർക്കിൾ അല്ല. അത് നോക്കാം. ഇവിടെ ഈ ഫ്ലാറ്റ് സർഫസ് സർക്കുലർ സർഫസ് ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്പിയർ സർക്കിൾ ആകാൻ കാരണം സ്പിയറിന്റെ പ്രത്യേകതയാണ് സ്പിയറിന്റെ സെൻട്രൽ നിന്ന് സ്പിയറിന്റെ ഔട്ടർ സർഫസിലേക്കുള്ള ഏത് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്പിയർ. ഹെമിസ്ഫിയറിന്റെ കേസിൽ അങ്ങനെയല്ല. ഈ ഫ്ലാറ്റ് സർഫസ് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഈ സർക്കുലർ സർഫസ് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ എലിപ്സ് ആയി മാറും. ഈ പോർഷൻ ഹെമിസ്ഫിയറിന്റെ ഈ പോർഷൻ സെമി സർക്കിളായിട്ടാണ് കാണുക. അതിനെ ഈ സർക്കിളിന്റെ ടോപ്പ് വ്യൂവിനെ ഒരു സ്ക്വയറിലേക്ക് കൊണ്ടുവരിക. ആ സർഫസ് ആ സ്ക്വയർ സൈഡ്സ് ഹൊറിസോണ്ടൽ ലൈൻസ് ആയതുകൊണ്ട് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. ഹെമിസ്ഫിയറിന്റെ ടോപ്പ് വ്യൂ സർക്കിൾ വരച്ചു. അതിനെ ഒരു സ്ക്വയറിലേക്ക് എൻക്ലോസ് ചെയ്യുക. ഈ സ്ക്വയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുക. ശ്രദ്ധിക്കുക, ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഈ ലെങ്ത്തിനെ 0.816 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ഐസോമെട്രിക് ലെങ്ത്തിലാണ് ഓർ ഐസോമെട്രിക് സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ഹെമിസ്ഫിയർ വരയ്ക്കുമ്പോൾ ഈ ലെങ്ത്ത് ഒറിജിനൽ ലെങ്ത്തിൻ്റെ 0.816 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് വരയ്ക്കണം. അതായത് ഐസോമെട്രിക് സ്കെയിൽ യൂസ് ചെയ്ത് വരയ്ക്കണം. ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ ഈ സെയിം ലെങ്ത് തന്നെ യൂസ് ചെയ്യും. ഈ ടോപ്പ് ഫ്ലാറ്റ് സർഫസിൻ്റെ സർക്കുലർ സർഫസിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എലിപ്സ് കിട്ടും. അതിന് 4 സെൻറ്റർ മെത്തേഡോ ഓർ മെത്തേഡ് ഓഫ് പോയിന്റ്സോ യൂസ് ചെയ്ത് എലിപ്സ് വരയ്ക്കുക. ഈ എലിപ്സ് കിട്ടും. ഇനി ഇതിൻ്റെ സെൻറ്റർ ആൻഡ് ഈ സൈഡ് ഈ എൻഡ് സൈഡ് റേഡിയസ് ആയി വരുന്ന രീതിയിൽ സെമി സർക്കിൾ വരയ്ക്കുക. ഇതാണ് ഈ ഹെമിസ്ഫിയറിൻ്റെ ഫ്ലാറ്റ് സർഫസ് ടോപ്പ് ആകുമ്പോഴുള്ള ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഐസോമെട്രിക് വ്യൂ ആണ് ചോദിച്ചതെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഈ റോംബസ് വരയ്ക്കുമ്പോഴുള്ള സൈഡ് ലെങ്ത് ട്രൂ ലെങ്തിൽ വരയ്ക്കുക. 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്ത് എലിപ്സ് വരയ്ക്കുക. സെൻറ്ററിൽ നിന്ന് ഈ എൻഡ് റേഡിയസിൽ ആർക്ക് വരയ്ക്കുക. ഈ റേഡിയസ് ലെങ്ത് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്പിയർ ആയിരിക്കും. ഫ്ലാറ്റ് സർഫസ് ബോട്ടായിട്ട് അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫസിലാണ് ഹെമിസ്ഫിയർ റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടി ഇതേപോലെ ഇവിടെയും ഈ റോംബസ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം എലിപ്സ് വരയ്ക്കുക. എലിപ്സ് വരച്ചതിന് ശേഷം ഈ റേഡിയസ് ഓഫ് സ്ഫിയറിൽ മുകളിലേക്ക് ആർക്ക് വരയ്ക്കുക, സെമി സർക്കിൾ വരയ്ക്കുക. അവിടെ ഈ പോർഷൻ ഇൻവിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് ഡാഷ്ഡ് കർവ് യൂസ് ചെയ്ത് വരയ്ക്കുക. ഇപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ വേറൊരു ഹെമിസ്ഫിയർ വന്നപ്പോൾ നമുക്ക് അതിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ സർക്കിൾ കിട്ടി, ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ. നെക്സ്റ്റ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ഹെമിസ്ഫിയർ വരയ്ക്കുക. അതിന് ടോപ്പ് വ്യൂവിൽ കാണുന്ന ഈ സർക്കിളിനെ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ കൊണ്ടുവരിക.
ഇവിടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യണം. ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോബ്ലത്തിൽ മാക്സിമം വരുന്ന ലെങ്ത് 80 mm ആണ്. അപ്പോൾ 80 mm ഓർ ഗ്രേറ്റർ ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഡിഗ്രി മാർക്ക് ചെയ്യുക. 15 ഡിഗ്രി ലൈൻ വരയ്ക്കുക. 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. 45 ഡിഗ്രി ലൈൻ വരയ്ക്കുക. ഇതായിരിക്കും 80 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത്. ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. പോയിന്റ് 2 മാർക്ക് ചെയ്യുക. 21 and 23 30 ഡിഗ്രി ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. 21 and 23 30 ഡിഗ്രി തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഈ ലെങ്ത് 80 mm ആണ്. 80 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത്, അതായത് 80 × 0.816 ഐസോമെട്രിക് സ്കെയിലിൽ നിന്ന് മെഷർ ചെയ്യുക. റോംബസ് കംപ്ലീറ്റ് ചെയ്യുക. ഫോർ സെൻറ്റർ മെത്തേഡ് ഓർ മെത്തേഡ് ഓഫ് പോയിന്റ്സ് യൂസ് ചെയ്ത് എലിപ്സ് വരയ്ക്കുക. ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് കാണണം. 65 mm ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 65/2 ഓർ അല്ലെങ്കിൽ ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് കണ്ടാലും മതി. ഇതിന് പാരലായിട്ട് ഇതിലൂടെ വരയ്ക്കണം. ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുക. ഫോർ സെൻറ്റേഴ്സും കിട്ടി. സെൻറ്റർ 1, എലിപ്സ് വരച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് 40 mm ആയിരിക്കും ഇതിൻ്റെ റേഡിയസ്. സെമി സർക്കിൾ വരയ്ക്കുക. സെൻറ്ററിനെ ബോട്ട്.
ഹെമിസ്ഫിയറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഈ സ്ക്വയർ പിരമിഡിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കണം. സ്ക്വയർ പിരമിഡിൻ്റെ ഈ സ്ക്വയറിനെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യണം. അതിന് മെത്തേഡ് ഓഫ് പോയിന്റ്സ് യൂസ് ചെയ്ത് പോയിന്റ് ABCD ഇവിടെ ലൊക്കേറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. ഈ പോയിന്റ് A ലൊക്കേറ്റ് ചെയ്യാൻ വൺ പി 1Q, ഇവിടെ 1-2 1Pയും 1-4 1Qയും മാർക്ക് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, ഈ ലെങ്ത് എടുക്കുന്നത് ഐസോമെട്രിക് വ്യൂവിലാണ്. ഈ ട്രൂ ലെങ്ത് തന്നെ. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ഈ 1P ലെങ്തിനെ ഇവിടെ ഐസോമെട്രിക് സ്കെയിലിൽ വെച്ച് റെഡ്യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഇവിടത്തേക്ക് എടുക്കേണ്ടത്. ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അതേപോലെ ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസും സിയിലേക്കുള്ളതും ഡിയിലേക്കുള്ളതൊക്കെ സെയിം ആയിരിക്കും. കാരണം ഇത് ഈ സെൻറ്ററിന് അബൌട്ട് കോൺസെൻട്രിക് ആണ്. സ്ക്വയർ ABCDയും സ്ക്വയർ 1 2 3 4 1 2 3 4ൻ്റെ റോംബസ് ഓൾറെഡി നമുക്കിവിടെ കിട്ടുകയും. ഈ പോയിന്റിലൂടെ ഈ ലൈനിന് പാരലൽ വരയ്ക്കുക. ഈ ലെങ്ത് മെഷർ ചെയ്തിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ. വൺ ടുവിന് പാരലായിട്ട് ഈ പോയിന്റ്സിലൂടെ ലൈന് വരയ്ക്കുക. അതേപോലെ 1-4ന് പാരലായിട്ടും വരയ്ക്കുക. നമുക്ക് ABCD കിട്ടും. A സെൻട്രൽ നിന്നും 60 mm വേർട്ടിക്കൽ ലൈൻ വരയ്ക്കരുത്. ആക്സിസ് ലൈൻ വേർട്ടിക്കൽ ലൈനാണ്. വേർട്ടിക്കൽ ലൈൻ ഐസോമെട്രിക് പ്രൊജക്ഷനിലെ വേർട്ടിക്കൽ ലൈൻ ആയിരിക്കും. അപ്പോൾ ഈ 60 mm വേർട്ടിക്കൽ ലൈൻ ഇവിടെ വരയ്ക്കരുത്. കാരണം ഇത് ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. ഐസോമെട്രിക് വ്യൂവിലാണ് 60 mm ലൈൻ വരയ്ക്കേണ്ടത്. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഐസോമെട്രിക് സ്കെയിലിലേക്ക് ഈ 60 mm കൊണ്ടുവന്ന് കറസ്പോണ്ടിങ് റെഡ്യൂസ് ചെയ്ത ലെങ്ത് ഐസോമെട്രിക് ലെങ്ത് യൂസ് ചെയ്യാം.
ഐസോമെട്രിക് ലെങ്ത് മെഷർ ചെയ്യുക. OA, OB, OC, OD ജോയിൻ ചെയ്യുക. ഇനി വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ലൈൻസ് മനസ്സിലാക്കിയതിന് ശേഷം തിക്ക് ലൈൻ ആൻഡ് ഡാഷ് ലൈൻ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. നമുക്കറിയാം AB വിസിബിൾ ലൈനാണ്, കണ്ടിന്യൂസ് തിക്ക് ലൈൻ യൂസ് ചെയ്യുക. BC വിസിബിൾ ആണ്, കണ്ടിന്യൂസ് തിക്ക് ലൈൻ. CD D പോയിന്റ് D വിസിബിൾ ആയിരിക്കില്ല, therefore DC ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. DA ഓൾസോ ഡാഷ് ലൈൻ. OA വിസിബിൾ ആണ്. OB ഓൾസോ വിസിബിൾ. CO വിസിബിൾ ലൈൻ. DO വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ലൈൻ വരുന്നുണ്ട്, അപ്പോൾ വിസിബിൾ ലൈനാണ് പ്രയോറിറ്റി വരുന്നത്. ഇനി ഹെമിസ്ഫിയർ വിസിബിൾ ഇൻവിസിബിൾ വരയ്ക്കണം. ഹെമിസ്ഫിയറിൽ എലിപ്സ് ഇവിടെ വരെ വിസിബിൾ ആയിരിക്കും, ഈ പോർഷൻ ഇൻവിസിബിൾ ആണ്. ഡാഷ്ഡ് കർവ് യൂസ് ചെയ്ത് വരയ്ക്കുക. visible, 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 isometric projection of this combination is completed. Dimension ചെയ്യാനുണ്ട്.